ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗമാണ് ആവറേജ് അഥവാ ശരാശരി. നമുക്ക് നോക്കാം എന്താണ് ശരാശരി എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിനായി നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് കണക്കാക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എല്ലാ കുട്ടികളുടെയും വയസ്സ് എഴുതിയിട്ട് കൂട്ടും അല്ലെ, എന്നിട്ട് നമുക്കൊരു തുക കിട്ടും. ആ തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്കൊരു ശരാശരി കിട്ടും അല്ലെ. അപ്പോ ശരാശരി പറയുന്നത് പെർ വൺ പേഴ്സൺ ആണ് അല്ലെ. ഇപ്പൊ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട് അല്ലെ. അവരുടെ ശരാശരി പ്രായം 25 ആണെങ്കിൽ ഓരോ കുട്ടികളുടെയും ശരാശരി പ്രായം എന്തായിരിക്കും? 25 ആണ്. അപ്പൊ ശരാശരി പറയാ പെർ വൺ പേഴ്സൺ ആണ്. ശരാശരി എങ്ങനെയാണ് നമ്മൾ കാണുക? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ. ഇപ്പൊ ശരാശരി സമം ആകെ തുക ഡിവൈഡഡ് ബൈ തുകകളുടെ എണ്ണമാണ്. യെസ്, അപ്പൊ നമുക്ക് ഇത് ഇംഗ്ലീഷിൽ ഒന്ന് എഴുതാം. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇനി നമുക്ക് തുക കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. ഇനി നമുക്ക് എണ്ണം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ആവറേജ്. അപ്പോ ഈ പാഠഭാഗത്ത് ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ പാഠഭാഗങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അപ്പൊ നമുക്കറിയാം ശരാശരി സമം തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് അല്ലെ. അപ്പൊ നമ്മൾ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എഴുതുന്നു. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5 കൂട്ടണം 6 കൂട്ടണം 7 കൂട്ടണം 8 കൂട്ടണം 9 കൂട്ടണം 10 ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാണ്? 10 ആണ്. അപ്പൊ ഇവിടെ മുകളിൽ അംശമായിട്ട് എഴുതിയിട്ടുള്ളത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക സമം n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 10 ഇൻറ്റു 10 പ്ലസ് 1 11 അല്ലേ, ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 10. അതായത് ഇവിടെ 10 ഇൻറ്റു 11 ബൈ 2 എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയാണ് അല്ലെ. 10 എന്ന് പറഞ്ഞാൽ 10 ബൈ 1 ആണ്, അത് മറ്റൊരു ഭിന്നസംഖ്യയാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പോ 1 ബൈ 10 കൊണ്ട് ഗുണിച്ചു, 10ഉം 10ഉം ക്യാൻസൽ ആയി. 11 ബൈ 2 നമുക്ക് എന്ത് കിട്ടി? 5.5 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇവിടെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി വരുന്ന രീതിയിലാണ് അല്ലെ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയിൽ നമുക്ക് കിട്ടിയേ. നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എങ്ങനെ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി സമം ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 11 ബൈ 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനിയിപ്പോ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചു. അപ്പൊ 50 പ്ലസ് 1 51 ബൈ 2 25.5 ആണ്. ഇനി ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയോ 101 ബൈ 2 എന്ത് കിട്ടും? 50.5 കിട്ടും. ശരിയല്ലേ? ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെ 3 സംഖ്യകൾ എഴുതി, 1 2 3. ഇത് തുടർച്ചയായ സംഖ്യകളല്ലേ. തുടർച്ചയായ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം അല്ലെ. അപ്പൊ ഇത് തുടർച്ചയായ സംഖ്യയാണ്. ഈ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1 പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 അല്ലേ. തുക ഡിവൈഡഡ് ബൈ എണ്ണ അല്ലേ. 1ഉം 2ഉം കൂട്ടിയാൽ 3, 3ഉം 3ഉം 6, 6 ബൈ 3 എത്ര കിട്ടി? 2 കിട്ടി. ഈ 2 എവിടെയാണുള്ളത്? നടുവിലാണുള്ളത് അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യ ആയിരിക്കും. നോക്കുക, ഇവിടെ നോക്കുക, 1 2 3 4 5 6 7 8 9 10. ഇത് തുടർച്ചയായ സംഖ്യകളല്ലേ. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എന്താണ്? 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അതേപോലെ ഇതും അത് തന്നെയല്ലേ, തുടർച്ചയായ 10 എണ്ണൽ സംഖ്യകളല്ലേ. ഇതിന്റെ ശരാശരി എന്തായിരിക്കും? നമുക്ക് കിട്ടിയത് നടുവിലത്തെ സംഖ്യയാണ് അല്ലെ, 5.5 അല്ലേ.
അതായത് ഇത് മുഴുവൻ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചപ്പോ 5.5. ആ 5.5 എവിടെയുള്ളത്? ഇവിടെയുള്ളത്. അപ്പോ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഇപ്പൊ ഇതാ 50, 100, 200, 100, 150, 200. ഓക്കെ, ഈ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? ഇതിന്റെ നടുവിലത്തെ സംഖ്യ, നടുവിൽ ഇവിടെ ഉണ്ടാവുക, ഇവിടെ എന്തായിരിക്കും സംഖ്യ വരിക? 125 ആണ്. അപ്പോ ഇവിടെ നടുവിലത്തെ സംഖ്യ നമ്മൾ എങ്ങനെ കാണുക? ഒരു ശ്രേണിയിലെ നടുവിലത്തെ സംഖ്യ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇതിലേക്ക് നോക്കുക. ആദ്യ പദം എന്താണ്? 1 ആണ്. അവസാന പദം 10 ആണ്. 11/2 കിട്ടിയില്ലേ നമുക്ക്? എത്ര കിട്ടുക? 5.5. ഇനി ഇവിടെ നോക്കിയാലോ? 50, 100, 150, 200. ആദ്യ പദം ഏതാ? 50. അവസാന പദം 200 ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ 250/2 എത്ര കിട്ടി? 125. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. എന്താണ്? തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? അതെന്താണ് ഇക്വേഷൻ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ 1 മുതൽ ആരംഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ? n+1 ഡിവൈഡഡ് ബൈ 2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. നമുക്ക് ആദ്യം 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ എഴുതാം. ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. അപ്പോ ഇത് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളാണ്. നോക്കിയേ, ഇത് തുടർച്ചയായ സംഖ്യകളല്ലേ? അപ്പൊ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യയല്ലേ? ഇവിടെ നടുവിൽ ഏതാ സംഖ്യ ഉള്ളത്? 5 അല്ലേ? അപ്പൊ ഇതിന്റെ ശരാശരി എന്ത് കിട്ടും നമുക്ക്? ആവറേജ് ഈസ് ഈക്വൽ ടു 5 കിട്ടും അല്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ പ്രകാരം ഒന്ന് ചെയ്തു നോക്കാം അല്ലെ? ശരാശരി സമം എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. 1 + 3 + 5 + 7 + 9 ഡിവൈഡഡ് ബൈ 5. ഇനി മുകളില് അംശമായി എഴുതിയിരിക്കുന്നത് ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുകയാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക 5ന്റെ സ്ക്വയർ ആണ്. അപ്പോ 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 5 എണ്ണേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ എന്ന് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക 5ന്റെ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ എണ്ണം എന്താണോ? 5 ആണ്. അപ്പൊ 25 ഡിവൈഡഡ് ബൈ 5 എന്ത് തന്നെ കിട്ടി? നമുക്ക് 5 തന്നെ കിട്ടി. അതായത് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളാണ്. ആ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി സമം n ആയിരിക്കൂലേ? n ആയിരിക്കൂലേ? അതായത് ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 5 ആണ്. അതായത് 1 മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണണം അല്ലെ? തുടക്കം മുതൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് കാണണം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? അവസാന ഒറ്റ സംഖ്യ +1/2. അവസാന ഒറ്റ സംഖ്യ 9 + 1 10/2 5 ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ എണ്ണം കിട്ടും. അങ്ങനെ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക 5ന്റെ സ്ക്വയർ ആണ്. അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചു. 5ന്റെ സ്ക്വയർ 25/5 എന്ത് കിട്ടി? 5 കിട്ടി. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ ശരാശരി n ആണ് എന്ന്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാമായിരുന്നു. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് അല്ലെ? ഇവിടെ നടുവിലത്തെ സംഖ്യ കാണാൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ? എന്താ കിട്ടുക? 1 + 9 10 10/2 എന്ത് കിട്ടി? നമുക്ക് 5 കിട്ടി. ഇനി 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാല് ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ ശരാശരി ആയിരിക്കും അല്ലെ? 1 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ അല്ലെ ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ ശരാശരി ആയിരിക്കും അല്ലെ? അതായത് 1 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് കാണണം. എങ്ങനെ കാണാ? അവസാന ഒറ്റ സംഖ്യ 25, അതിന്റെ കൂടെ 1 കൂട്ടി 26/2 13 അല്ലെ? അപ്പോ 1 മുതൽ 25 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാവും?
13 ഒറ്റ സംഖ്യകൾ ഉണ്ടാവും. അപ്പോ ആ 13 ഒറ്റ സംഖ്യകളുടെ തുക 13ന്റെ സ്ക്വയർ ആണ്. ശരാശരി എത്രയായിരിക്കും? 13 ആയിരിക്കും. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, 50 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിക്കുന്നു. അപ്പോ 50 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാല് 51, 53, 55 എക്സെട്ര ടു 99 അല്ലേ? അപ്പോ ഇത് ആദ്യത്തേതിൽ വരുന്ന ഗണത്തിലല്ല ഉള്ളത് അല്ലെ. ഇതെന്താണ്? തുടർച്ചയായ സംഖ്യകളാണ്. അപ്പൊ നമുക്കറിയാം തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2. അപ്പൊ 150/2 എന്ത് കിട്ടുമോ? 75 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി. നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എഴുതുന്നു. ഏതൊക്കെയാ? 2, 4, 6, 8, 10. ഇത് തുടർച്ചയായ സംഖ്യകളാണ്. അപ്പൊ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി നടുവിലത്തെ സംഖ്യയായിരിക്കും. 6 അല്ലേ നടുവിലത്തെ സംഖ്യ? ശരാശരി എന്താണ്? 6 ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടി അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2. 12/2 എത്രയാ? 6 തന്നെയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ പ്രകാരം ഒന്ന് ചെയ്ത് നോക്കാം. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 ഡിവൈഡഡ് ബൈ എത്രയാ? 1, 2, 3, 4, 5. അതായത് 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുക എന്തായിരിക്കും? 5 × 6 ആണ് അല്ലെ? n × n+1 ഡിവൈഡഡ് ബൈ എണ്ണം 5 ആണ്. അപ്പൊ 5ഉം 5ഉം ക്യാൻസൽ ആയി. ആൻസർ എന്ത് കിട്ടി? നമുക്ക് 6 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 6 ആണ് അല്ലെ? അതായത് 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാലാണ് ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ അല്ലെ? നമുക്ക് ആദ്യം എണ്ണം കണ്ടുപിടിക്കണ്ടേ? 1 മുതൽ എന്ന് പറയുമ്പോ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചിരുന്നേ? അവസാന ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നു. 10/2 5 ആണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെ? ഇനി 1 മുതൽ 25 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം, അതിനെ ആദ്യത്തെ എന്നത് എങ്ങനെ പറയും? നമ്മൾ 1 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ അവസാന ഇരട്ട സംഖ്യ 24 ആണ്. അപ്പൊ 24/2 12 അല്ലെ? അപ്പൊ 1 മുതൽ 25 വരെയുള്ള ഇരട്ട സംഖ്യകളെ നമ്മൾ എന്താ വിളിക്കുക? ആദ്യത്തെ 12 ഇരട്ട സംഖ്യകൾ എന്നാണ്. അപ്പോ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ്. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി നമുക്ക് എന്താ കിട്ടിയത്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി സമം n+1 ആയിരിക്കൂലേ? ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 5+1 6 അല്ലേ? ഇനി ഇത് 1 മുതൽ ആരംഭിക്കുന്ന സംഖ്യകളുടേതാണ്. നമ്മൾ ഈ രീതിയിലുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോ 50 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാലോ? 50, 52, 54 അങ്ങനെ 100 വരെയുള്ള ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ അവസാന ഇരട്ട സംഖ്യ 100 അല്ലേ? ഇത് ആദ്യത്തെ എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇത് തുടർച്ചയായ സംഖ്യകളാണ്. അപ്പോ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി കാണുന്ന രീതിയിൽ ചെയ്യും. എങ്ങനെ ചെയ്യാം? തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി നടുവിലത്തെ സംഖ്യയാണ്. നടുവിലത്തെ സംഖ്യ എങ്ങനെ കാണാം? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2. 50 + 100 150/2 75. ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്താണ്? n+1 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണണം. ക്ലിയർ? നാലാമത്തെ ചോദ്യം നോക്കാം. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 57 ആയാൽ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏത് എന്നാണ്. നമുക്കറിയാം തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യയാണ്. ഇവിടെ നടുവിലത്തെ സംഖ്യയാണ് 57. 5ഉം ഒറ്റ സംഖ്യകളാണ്, അതും തുടർച്ചയായതാണ്. അപ്പൊ ഇത് നടുവിലത്തെ സംഖ്യയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടാവും? 2 ഒറ്റ സംഖ്യകൾ ഉണ്ടാവും. ഇങ്ങോട്ടേക്കും 2 ഒറ്റ സംഖ്യകൾ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നമ്മള് ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള പൊതുവ്യത്യാസം എത്രയാ? 2 അല്ലേ? അപ്പൊ 57ന്റെ കൂടെ 2 കൂട്ടി എത്രയാ? 59. വീണ്ടും 2 കൂട്ടി 61.
അപ്പോ അങ്ങോട്ടേക്കുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ? 59ഉം 61. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോഴോ രണ്ട് കുറക്കണം അല്ലെ, അപ്പൊ 55ഉം 53. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതാണ്? 61 ആണ്. ഇനി ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? 53 ആണ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 57 ആയാൽ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏത് എന്നാണ്. ഉത്തരം എന്താണ്? 61 ആണ്. ഇനി നമ്മൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണ്. 5 ആണെങ്കിൽ നടുവിൽ ആരാ ഉണ്ടാവുക? മൂന്നാമനാണ്. അപ്പുറത്തും ഇപ്പുറത്തും 2 പേരുണ്ടാവും. ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 അല്ലേ? അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോ അങ്ങോട്ടേക്ക് 2 എണ്ണം ഉണ്ട്. അപ്പൊ മൊത്തം വ്യത്യാസം എന്ത് വരും? 4 വരും. അപ്പൊ 57ന്റെ കൂടെ 4 കൂട്ടി വെച്ചാൽ മതി. അപ്പൊ 61 കിട്ടും. ഇവിടുന്ന് 57ൽ നിന്നും 4 കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 53 കിട്ടും. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം നോക്കാം. തുടർച്ചയായ 13 ഇരട്ട സംഖ്യകളുടെ ശരാശരി 42 ആയാൽ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏത് എന്നാണ്. അപ്പോ തുടർച്ചയായ 13 ഇരട്ട സംഖ്യകളുണ്ട്. അപ്പോ ശരാശരിയായ 42 എത്രാമനായിരിക്കും? ഏഴാമനായിരിക്കൂലേ? അപ്പൊ 42 ഏഴാമനായിരിക്കും. അപ്പോ ഇങ്ങോട്ടേക്ക് എത്ര ആളുണ്ടാവും? 6 ആള്. ഇങ്ങോട്ടേക്കോ 6 ആള്. ശരിയല്ലേ? ഇനി ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള പൊതുവ്യത്യാസം എത്രയാ? അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള പൊതുവ്യത്യാസം 2 അല്ലേ? അപ്പൊ ഇങ്ങോട്ടേക്ക് 6 എണ്ണം ഉണ്ട്. അപ്പൊ മൊത്തം എത്ര വ്യത്യാസം വരും? 6 × 2 12 വ്യത്യാസം വരും അല്ലെ? അപ്പൊ 42ൽ നിന്നും 12 കുറച്ചാൽ എന്താ കിട്ടുക നമുക്ക്? 30 അല്ലേ? അപ്പൊ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാ? 30 ആണ്. ഇനി ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കാണണമെങ്കിലോ അങ്ങോട്ടേക്കുള്ള വ്യത്യാസം എത്ര എണ്ണം ഉണ്ട്? അങ്ങോട്ടേക്ക് 6 എണ്ണം ഉണ്ട്. വ്യത്യാസം 2. അപ്പൊ മൊത്തം വ്യത്യാസം എത്രയായിരിക്കും? 6 × 2 12. അപ്പൊ 42ഉം 12ഉം എത്ര കിട്ടും? 54. അപ്പോ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ 54ഉം ഏറ്റവും ചെറുത് ഏതാണ്? 30ഉം ആണ്. ക്ലിയർ അല്ലേ? ആറാമത്തെ ചോദ്യം. തുടർച്ചയായ 11 ഒറ്റ സംഖ്യകളുടെ തുക 253 ആയാൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത് എന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് തുകയാണ് അല്ലെ, ശരാശരി അല്ലല്ലോ. അപ്പൊ ശരാശരി ആണെങ്കിൽ നടുവിൽ എഴുതിയിട്ട് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ ഇവിടെ തുകയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ശരാശരി കണ്ടുപിടിക്കണം. അപ്പൊ ശരാശരി എന്തായിരിക്കും? ശരാശരി സമം തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പൊ 253 ഡിവൈഡഡ് ബൈ 11 അല്ലെ? 253ൽ എത്ര 11 ഉണ്ട് നോക്കാം. 25ൽ 11 2 തവണ പോകും അല്ലെ? 22 അല്ലേ? 11 2 22. ബാക്കി 3 ഉണ്ട്. അപ്പൊ 33ൽ 11 എത്ര തവണ പോകും? 3 തവണ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ശരാശരി എന്ത് കിട്ടി? 23 കിട്ടി. അപ്പോ 23 നടുവിലത്തെ സംഖ്യയാണ് അല്ലെ? മൊത്തം 11 എണ്ണം ഉണ്ട്. അപ്പോ നടുവിലത്തെ സംഖ്യ ഇതാണ്. അപ്പോ ഇങ്ങോട്ടേക്ക് എത്ര ആളുണ്ടാവും? 5 ആളുണ്ടാവും. ഇങ്ങോട്ടേക്കോ 5 ആളുണ്ടാവും. ശരിയല്ലേ? ഒറ്റ സംഖ്യകളാണ്. പൊതുവ്യത്യാസം എന്താണ്? അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് 5 എണ്ണം ആണെങ്കിൽ മൊത്തം വ്യത്യാസം എത്രയായിരിക്കും? 10 ആയിരിക്കും. 5 × 2 10 ആണ്. അപ്പൊ 23ൽ നിന്നും 10 കുറച്ചാൽ എന്ത് കിട്ടും? 13 കിട്ടും. അപ്പൊ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്ത് കിട്ടി? 13 കിട്ടി. ഇനി ഏറ്റവും വലിയ ഒറ്റ സംഖ്യ എന്തായിരിക്കും? 5 2 10 ആണ്. അപ്പോ ഇവിടെ 23ന്റെ കൂടെ 10 കൂട്ടി എന്ത് കിട്ടി? 33. ക്ലിയർ അല്ലേ? ഏഴാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 5 പെൺകുട്ടികളുടെ ശരാശരി മാർക്ക് 36ഉം 6 ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 25ഉം ആയാൽ മുഴുവൻ കുട്ടികളുടെയും ശരാശരി മാർക്ക് എത്ര എന്നാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ മുഴുവനായി 6ഉം 5ഉം 11 കുട്ടികളുണ്ട്. അപ്പൊ ഈ 11 കുട്ടികളുടെ ശരാശരി മാർക്കാണ് കാണേണ്ടത്. അപ്പോ ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ഡിവൈഡഡ് ബൈ തുകകളുടെ എണ്ണമാണ്. ആദ്യം നമ്മൾ 5 പെൺകുട്ടികളുടെ മാർക്കിന്റെ തുക കാണണം അല്ലെ? അപ്പൊ 5 പെൺകുട്ടികളുടെ മാർക്കിന്റെ തുക എങ്ങനെ കാണാം? തുക സമം ശരാശരി ഇൻറ്റു എണ്ണമല്ലേ? ശരാശരി എത്രയാ? 36. 36 ഇൻറ്റു 5. 36 ഇൻറ്റു 5 എന്ത് കിട്ടി? 180. ഇനി എന്ത് ചെയ്യണം? 6 ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് എത്രയാ? 25 ആണ് തന്നിരിക്കുന്നത്. അവരുടെ തുക കാണണം. അപ്പൊ എങ്ങനെയാ തുക കാണുക? തുക സമം 25 ഇൻറ്റു 6 എന്ത് കിട്ടും? 150 കിട്ടും. ഇനി ആകെ തുക. ആകെ തുക എന്തായിരിക്കും? ആകെ തുക സമം 180 കൂട്ടണം 150 എത്രയാ?
330. എണ്ണം എത്രയാണ്? 6ഉം 5ഉം 11 അല്ലേ? അപ്പൊ നമുക്ക് ശരാശരി കാണാം. ശരാശരി സമം തുക ബൈ എണ്ണം അല്ലേ? അപ്പൊ 330/11 എന്ത് കിട്ടുമോ? 30. ക്ലിയർ അല്ലേ? എട്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ ഒരു ആഴ്ചയിലെ ആദ്യത്തെ 4 ദിവസത്തെ ശരാശരി ഹാജർ 30 ആണ്. ആദ്യത്തെ 5 ദിവസത്തെ ശരാശരി ഹാജർ 32 ആയാൽ 5-ാം ദിവസത്തെ ഹാജർ എത്ര എന്നാണ്. നമ്മൾ എങ്ങനെയാ 5-ാം ദിവസത്തെ ഹാജർ കണ്ടുപിടിക്കുക? അതായത് ആദ്യത്തെ 5 ദിവസത്തെ ഹാജറിന്റെ തുക കാണാം, എന്നിട്ട് ആദ്യത്തെ 4 ദിവസത്തെ ഹാജറിന്റെ തുക കുറച്ചു കഴിഞ്ഞാല് 5-ാം ദിവസത്തെ ഹാജർ കിട്ടൂലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? ആദ്യത്തെ 4 ദിവസത്തെ ശരാശരി ഹാജർ കാണാം. അപ്പൊ 4 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്? 30. 4 ഇൻറ്റു 30 എത്ര കിട്ടി? 120 കിട്ടി. ഇനി ആദ്യത്തെ 5 ദിവസത്തെ ശരാശരി ഹാജർ 5 ഇൻറ്റു 32. 5 ഇൻറ്റു 32 എന്താ കിട്ടുക? 160. ഇനി 160-ൽ നിന്നും 120 കുറച്ചാൽ നമ്മൾ തേടുന്ന ഉത്തരായില്ലേ? എത്ര കിട്ടുക? 40. ക്ലിയർ അല്ലേ? 9-ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ ശരാശരി മാർക്ക് 40. പിന്നീട് പരിശോധിച്ചപ്പോൾ 54 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 42 എന്നും 50 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 74 എന്നും തെറ്റായി രേഖപ്പെടുത്തിയതായി കണ്ടു. എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര എന്നാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ ശരാശരി മാർക്ക് 40 എന്നാണ്. നമ്മൾ ആദ്യം തന്നെ തുക കണ്ടുപിടിക്കുക. എന്താണ്? തുക സമം 12 ഇൻറ്റു 40. എത്രയാണ്? 12 4 48, 480 കിട്ടും. ഇതാണ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ള തുക. ഇനി പിന്നീട് പരിശോധിച്ചപ്പോൾ 54 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 42 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂട്ടുമ്പോൾ 42 ആണ് എഴുതിയത്. അപ്പൊ ശരിക്കും 54 എഴുതേണ്ടത്, 42 എഴുതിയിട്ടുള്ളൂ. അപ്പൊ എത്ര മാർക്ക് കൂടുതലായിട്ട് എഴുതണം? 12 മാർക്ക് കൂടുതലായിട്ട് എഴുതി വെക്കണം. ഇനി നോക്കുക, 50 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 74 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 50 മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 74 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 24 മാർക്കിന്റെ കൂടുതലുണ്ട് അല്ലെ? ശരിയല്ലേ? അപ്പൊ 24 മാർക്ക് കുറക്കുകയും വേണം അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇവിടെ 12 മാർക്ക് കൂടുകയും വേണം, അവിടെ 24 മാർക്ക് കുറക്കുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 24-ൽ നിന്നും 12 കുറക്കുക. അപ്പൊ എത്ര കിട്ടുക? 12. അതായിരിക്കും തുകയിലുള്ള ആകെ വ്യത്യാസം അല്ലെ? അപ്പൊ 480-ൽ നിന്നും 12 കുറച്ചാൽ എന്താ കിട്ടുക? യഥാർത്ഥ തുക കിട്ടും അല്ലെ? എത്ര കിട്ടുക? 480 കുറക്കണം 12 എന്ത് കിട്ടും? 468 കിട്ടും. ഇനി നമ്മൾ ഈ 468-നെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ശരാശരി കിട്ടൂലേ? ശരാശരി സമം തുക ബൈ എണ്ണമാണ് അല്ലെ? അപ്പൊ 468 ഡിവൈഡഡ് ബൈ 12 എത്രയാ? 39. ഓക്കെ അല്ലേ? 10-ാമത്തെ ചോദ്യം. 12-ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം 12-ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങൾ എഴുതി വെക്കാൻ പോവാണ്. അപ്പൊ ഒന്നാമത്തെ ഗുണിതം 12, രണ്ടാമത്തെ ഗുണിതം 24, മൂന്നാമത്തെ ഗുണിതം 36, അങ്ങനെ 15-ാമത്തെ ഗുണിതം 15 ഇൻറ്റു 12 180 ആണ്. അപ്പോ ഇത് തുടർച്ചയായ സംഖ്യകളാണ് അല്ലെ? അപ്പൊ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുവിലത്തെ സംഖ്യയായിരിക്കും. എങ്ങനെ കാണാം? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2. അപ്പൊ 192/2 എന്ത് കിട്ടും? 96 കിട്ടും. ഇനി ഇതിലും എളുപ്പത്തിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. 12-ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങളുടെ ശരാശരിയാണ് അല്ലെ? 12-ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങൾ എന്തായാലും തുടർച്ചയായ സംഖ്യകളായിരിക്കും അല്ലെ? അപ്പൊ 15 ഗുണിതങ്ങൾ ഉണ്ട്. 15 ഗുണിതങ്ങൾ ഉണ്ടെങ്കിൽ ശരാശരി എത്രാമത്തെ ആളായിരിക്കും? നോക്കുക, അതിന്റെ നടുവിലത്തെ ആളായിരിക്കൂലേ? 15 ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുവിലത്തെ ആള് എത്രാമത്തെ ആളായിരിക്കും? നമ്മൾ എങ്ങനെയാ കാണാ? 1 + 15 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? 8 കിട്ടൂലേ? അപ്പൊ 8ാമത്തെ ആളായിരിക്കൂലേ നടുവിലുണ്ടാവുക? അപ്പോ 12-ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുമ്പോൾ 12-നെ ആ 8ാമത്തെ ആളോട് ഗുണിച്ചാൽ പോരെ? അപ്പൊ 12 ഇൻറ്റു 8 എത്ര കിട്ടും നമുക്ക്? 96 കിട്ടും. ക്ലിയർ അല്ലേ? 11-ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി പ്രായം 12.
ക്ലാസ് ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 2 കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ ആദ്യം എന്ത് എഴുതുന്നു? എണ്ണം ശരാശരി തുക അല്ലെ? എണ്ണം ഗുണിക്കണം ശരാശരിയാണ് തുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുണ്ട്. അപ്പൊ എണ്ണം 20 ആണ്. ശരാശരി പ്രായം എത്രയാണ്? 12. തുക എന്താണ്? 12 × 20 എന്ത് കിട്ടും? 240. ഇനി ക്ലാസ് ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 2 കൂടും. അപ്പോ ആളുകളുടെ എണ്ണം എന്താവും? 21 ആവും അല്ലേ? ശരിയല്ലേ? ശരാശരി 2 കൂടും. ഇപ്പൊ 12 എന്നുള്ളത് 14 ആവും. അപ്പൊ 21 × 14 എന്ത് കിട്ടും? 294. അപ്പൊ ഇവിടെ 240 എന്ന തുകയിൽ വർദ്ധിച്ചിട്ടുണ്ട് അല്ലെ? ആ വർധനവ് ടീച്ചർ വന്നപ്പോഴല്ലേ? അപ്പോ ടീച്ചറുടെ വയസ്സ് എന്തായിരിക്കും? 294 കുറക്കണം 240 അല്ലേ? 4 5. ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 54 ആണ്. ഇനി ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോ അവരുടെ ഈ വർഷത്തെ ശരാശരി പ്രായം 25 ആണ്. അടുത്ത വർഷമാകുമ്പോ ആ ശരാശരി പ്രായം 26 ആവൂലേ? അവിടെ എന്താ സംഭവിക്കുക? ആ ക്ലാസ്സിലെ 20 കുട്ടികൾക്കും ഓരോ വയസ്സ് കൂടും. ശരിയല്ലേ? അപ്പൊ തുകയിൽ എത്ര കൂടും? 20 × 1 20 കൂടും. ഇനി 2 വർഷം കഴിഞ്ഞാലോ ശരാശരി പ്രായം 27 ആവുമ്പോൾ എന്താവും? 20 പേർക്കും 2 വയസ്സ് കൂടും. തുകയിൽ 40 കൂടൂലേ? അപ്പൊ അതേപോലെ ആ കൺസെപ്റ്റ് ഒന്ന് ഇവിടെ നോക്കാം. നമ്മുടെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ശരാശരി പ്രായം 12 ആണ്. ടീച്ചറും കൂടി വന്നപ്പോഴേ ശരാശരി പ്രായം 2 കൂടി അല്ലെ? അപ്പൊ ആകെ ആളുകൾ എത്ര പേരുണ്ട്? ടീച്ചർ അടക്കം 21 പേരുണ്ട് അല്ലെ? അപ്പൊ 21 പേർക്കും 2 വയസ്സ് കൂടും. ശരിയല്ലേ? അതിന്റെ കൂടെ പഴയ ശരാശരി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 21 പേർക്കും 2 വയസ്സ് കൂടി. 21 × 2 എത്ര കിട്ടി? 42 പ്ലസ് 12 എന്ത് കിട്ടി? 54. ഇവിടെ ഞാൻ എന്താ ചെയ്തേ? ആകെ ആളുകൾ എടുത്തു. ശരാശരിയിൽ ഉണ്ടായ വ്യത്യാസം കൂടിയതാണ്. അതുകൊണ്ട് ഇൻറ്റു +2 പ്ലസ് പഴയ ശരാശരി. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. 12ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 100 ഗ്രാമിന്റെ കുറവ് വന്നു എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നാണ്. അതായത് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഉണ്ടായിരുന്നു. 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ അവരുടെ ശരാശരി ഭാരത്തിൽ 100 ഗ്രാമിന്റെ കുറവ് വന്നു. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ എഴുതുന്നു: എണ്ണം ശരാശരി തുക. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. ശരാശരി x ആണ്. നമുക്കറിയില്ലല്ലോ. അപ്പൊ തുക എന്തായിരിക്കും? 50x ആണ്. ഇനി ഇവിടെ പറയുന്നത് 40 കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി പോയപ്പോൾ 100 ഗ്രാമിന്റെ കുറവ് വന്നിട്ടുണ്ട്. പകരം വേറൊരു കുട്ടി വന്നിട്ടുണ്ട് അല്ലെ? അപ്പോ 100 ഗ്രാമിന്റെ കുറവ് വന്നു. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 0.1 കിലോഗ്രാം അല്ലേ? അപ്പൊ ഇവിടെ ആളുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസവും ഇല്ല, 50 തന്നെ. പക്ഷെ ശരാശരിയിൽ 0.1 കിലോഗ്രാമിന്റെ വ്യത്യാസം വന്നു അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ തുക കാണുക? 50 × x 50x മൈനസ് 50 × പോയിന്റ് എന്താ? 5 അല്ലേ? അപ്പൊ -5. അപ്പോ 50x എന്ന് പറയുന്ന ആകെ ഭാരത്തിൽ ഒരാൾ പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ 5 കിലോഗ്രാമിന്റെ കുറവ് വന്നു. ശരിയല്ലേ? ഇവിടെ നിങ്ങളൊന്ന് ലോജിക്ക് നോക്കിയാൽ മതി. ആകെ ഭാരം 50x, അതിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരുത്തം പോയി പകരം വേറൊരുത്തം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാരത്തിൽ 5 കിലോന്റെ കുറവുണ്ട്. അപ്പോ വന്നവന്റെ ഭാരം എത്രയായിരിക്കും? പോയവന്റെ 40 ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ 5 കിലോ കുറഞ്ഞു പോയി. അപ്പൊ വന്നവന്റെ ഭാരം എത്രയായിരിക്കും? 35 കിലോഗ്രാം ആയിരിക്കൂലേ? ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ശരിയല്ലേ? നമുക്കിതൊന്ന് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാം. എന്താണ്? 50x ആകെ തുകയുണ്ട്, ആകെ ഭാരം. ഇതിൽ നിന്ന് 40 കിലോഗ്രാം ഭാരമുള്ള ഒരുത്തം പോയി പകരം മറ്റൊരാൾ വന്നു, അയാളുടെ ഭാരം y എന്ന് എഴുതി. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ആകെയുള്ള ഭാരത്തിൽ നിന്നും
5 കിലോഗ്രാം കുറഞ്ഞു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ 50x ഇങ്ങോട്ട് കൊണ്ടുപോവാം, ഇത് അങ്ങോട്ടും കൊണ്ടുപോവാം അല്ലെ. അപ്പൊ 50x ഇതിങ്ങോട്ട് വരുമ്പോ -50x ശരിയല്ലേ, പ്ലസ് y ഈക്വൽ ടു -5, ഈ -40 അങ്ങോട്ട് പോകുമ്പോ +40 ആവും അല്ലെ. അപ്പൊ 50x ഉം 50x ഉം 0 ആണ്. അപ്പൊ -5 ഉം 40 കൂട്ടിയാൽ എത്രയാ? y is equal to 35 കിലോഗ്രാം. ശരിയല്ലേ? അപ്പോ വന്ന ആളുടെ ഭാരം നമുക്ക് കിട്ടി. അപ്പോ ഈ ചോദ്യം കൂടുതലായി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് പകരം വന്നാല് നമ്മൾ ആദ്യം എന്തെടുക്കുന്നു? ആകെ ആളുകൾ എത്രയാ? 50 ആളാണ് അല്ലെ. അപ്പോ ആകെ ആളുകൾ ഇൻറ്റു ശരാശരിയിൽ ഉണ്ടായ വ്യത്യാസം. ഇവിടെ കുറഞ്ഞതല്ലേ, എത്ര ഗ്രാം? 100 ഗ്രാം. അപ്പോ 100 ഗ്രാം എന്ന് പറഞ്ഞാല് 0.1 കിലോഗ്രാം ആണ് അല്ലെ. അപ്പോ 50 ആക്കും 0.1 കിലോഗ്രാം കുറയും. ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? ആകെ ആളുകൾ ഇൻറ്റു ശരാശരി ഉണ്ടായ വ്യത്യാസം. ഇത് കൂടിയതാണെങ്കിൽ ഈ സൈൻ എന്താക്കണം? പ്ലസ് ആക്കണം. എന്നിട്ട് പ്ലസ് പോയ ആളുടെ ഭാരം, അല്ലെങ്കിൽ പോയ ആളുടെ മാർക്ക്, അല്ലെങ്കിൽ പോയ ആളുടെ ഉയരം ഒക്കെ ആയിക്കൂടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 50 ഇൻറ്റു -0.1 എന്ത് കിട്ടും? -5 പ്ലസ് 40 എത്ര കിലോഗ്രാം കിട്ടിയിടൂ? 35 കിലോഗ്രാം. ഇനിയിപ്പോ ഞാനൊരു ഉദാഹരണ ചോദ്യം പറയാം. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്. ഓക്കെ, ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുണ്ട്. 60 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയിട്ട് പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ അവരുടെ ശരാശരി മാർക്ക് 1 കൂടി. അങ്ങനെയാണെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ മാർക്ക് എത്ര? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 25 കുട്ടികളുണ്ട്. ശരാശരി 1 കൂടി അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 25 ഇൻറ്റു +1. ഇനി 60 മാർക്ക് കിട്ടിയ കുട്ടിയല്ലേ പോയത്. അപ്പൊ ആ പോയ ആളുടെ മാർക്ക് ഇവിടെ എഴുതി 60. അപ്പൊ 25 ഇൻറ്റു +1 എന്താ? 25 പ്ലസ് 60 എന്ത് കിട്ടും നമുക്ക്? 85 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോ ഈ ഒരു ഐഡിയ ഉപയോഗിക്കുക. ഓക്കെ, ഇനി എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.